SKSSF ആലങ്ങാട് മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച 4ാം ഘട്ട മറുപടിയും തുറന്ന സംവാദത്തിന്റെയും പ്രൗഢമായ ഈ സദസ്സിൽ കാന്തപുരത്തിന്റെ മുടിയാത്രയുടെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിക്കൊണ്ട് പ്രസംഗപീഠത്തിലെ അണയാത്ത ശബ്ദസാഗരം ഉസ്താദ് മുജീബ് ഫൈസി പോലോട് നമ്മോട് സംസാരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്ദരായ പണ്ഡിത നേതാക്കളെ, പ്രിയപ്പെട്ട ഉമറാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഇവിടെ വീണ്ടും സംഗമിച്ചിരിക്കുകയാണ്. ആമുഖമായി ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ സംഘടനാ സംവിധാനവും നമ്മുടെ പ്രവർത്തകരുടെ സാമ്പത്തിക സ്ഥിതിയുമൊക്കെ വ്യക്തമായി അറിയുന്ന നമ്മൾ തന്നെ ഈ പ്രവർത്തകരെ എല്ലാ നിലക്കും അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 4ാം ഘട്ടമൊക്കെയാണ് പരിപാടി എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും എടുത്തവർ തന്നെയാണ് വീണ്ടും എടുക്കാനുണ്ടാവുക എന്ന് കരുതി നാം പിന്നോട്ട് പോകാൻ പാടില്ല. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കച്ചവടവൽക്കരിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ആളുകൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ജിഹാദായി നാം ഇതിനെ കരുതുക. അല്ലാഹു തആല അത് കബൂലാക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുമ്പോൾ സഹകരിക്കണമേ എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുകൊണ്ട് സുദീർഘമായ സ്വാഗത ഭാഷണത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. വലിയ വായിൽ സംസാരിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ കൂടി നടക്കുന്ന ആളുകൾ പണ്ഡിതന്മാരുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ ധൈര്യപ്പെടുന്നില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ മറ്റൊരു ഉദാഹരണമായി ഒളവട്ടൂരിലെ ഈ പ്രദേശം മാറുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ പിടിച്ചുകെട്ടാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല കാവലേർപ്പെടുത്തി തരുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ പോലെ അതിന് അനുഗ്രഹീതരായ ഈ തലമുറ അതിന് സന്നദ്ധമാകുമ്പോൾ സ്വാഭാവികമായും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഭയപ്പാടുകളുണ്ടാകും, ബേജാറുകളുണ്ടാകും. ഇവിടെ സ്വാഭാവികമായി ഞങ്ങൾ പല പരിപാടികളിൽ വെച്ചുകൊണ്ട് ആവർത്തിച്ച പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊരു സംഘടനാപരമായ വിഷയമല്ല, ഇതൊരു പ്രാസ്ഥാനിക വിഴുപ്പലക്കലല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രാസ്ഥാനികമായി കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. എന്തൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഇത് ആ കൂട്ടത്തിൽ കൂട്ടിക്കുഴക്കാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചത്, വിചാരിച്ചത് ആ രൂപത്തിലാണ്. നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കേണ്ടത് ആ രൂപത്തിലാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് സൂചിപ്പിച്ച പോലെ പല പരിപാടികളിലും നിരന്തരമായി കൊണ്ട് നിങ്ങൾ കേട്ട പോലെ അല്ലാഹു തആല പോലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ AP അറിയാതെ ചെയ്യൂല എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ എന്ത് സ്ഥാനമെന്നൊക്കെ അവർ തന്നെ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരിഞ്ച് പിന്നോട്ട് പോകുക സാധ്യമല്ല. അധ്യക്ഷ ഭാഷകനും സൂചിപ്പിക്കുകയുണ്ടായി, ഹഖ് തുറന്നു പറയുന്നതിന്റെ മേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണത്തിനെതിരെ പ്രതിരോധിക്കുന്നതിന്റെ മേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന്. ഇത് തന്നെയാണ് ഓരോ വിശ്വാസിയുടെയും മനസ്സിന്റെ അന്തരാളത്തിൽ നിന്നുകൊണ്ട് ബഹിർഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അന്തസത്തയും അതുതന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ യാഥാർത്ഥ്യവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി പറഞ്ഞതല്ല. ഇനിയെങ്കിലും ഈ വിഭാഗങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയമാ ഉള്ളത് ചോദിക്കാൻ നിങ്ങൾക്കിവിടെ തുറന്ന അവസരം ഇവിടെ തയ്യാറാക്കപ്പെടുകയാണ്.
നിങ്ങൾ ആരൊക്കെയാണോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ ആ തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ട് വസ്തുതാപരമായി മനസ്സിലാക്കിക്കൊണ്ട് ആ നേതാക്കളുമായി നിങ്ങളെ വഴി പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നുകൊണ്ട് ഊടഴിഞ്ഞു പോരുവാനുള്ള ഒരു സുവർണാവസരമായി കൊണ്ട് ഇത് നിങ്ങൾ കാണേണ്ടതുണ്ട്. നിങ്ങളുടെ ബുദ്ധി ആർക്കു മുമ്പിലും നിങ്ങൾ പണയപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത് ഞാൻ വിശദീകരിക്കാൻ മെനക്കെടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയതായ ബുദ്ധി അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് വിചിന്തനം നടത്തി നോക്കുക. നിങ്ങൾക്കറിയാലോ അതിന്റെ വസ്തുതകളെ കുറിച്ചുകൊണ്ട്. ഈ കത്തുമായി നടന്നതായ ആളുകൾ ഈ കത്ത് എഴുതി ഞങ്ങൾ തന്നപ്പോ ഓരോ മറുപടിക്കും മറുപടി ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ കേന്ദ്രത്തിൽ പോയി ചോദിച്ച പ്രവർത്തകന്മാരെ മനസ്സകത്ത് കൈവച്ചുകൊണ്ട് നെഞ്ചകത്ത് കൈവച്ചുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വരാൻ പാടുള്ളൂ. നാളെ നിങ്ങൾ നേരം പുലരുന്നതിന്റെ മുമ്പ് തന്നെ ആവർത്തിക്കുകയാണ്, നിങ്ങൾ സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക, സ്വന്തം ഹൃദയത്തിനോടൊന്ന് ചോദിച്ചു നോക്കുക. SKSSFകാർ മർക്കസിലെ മുടി ഒറിജിനലാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് SSFകാരോട് ചോദിച്ചപ്പോ അതിന് മറുപടി നൽകുവാൻ വേണ്ടി നിങ്ങൾ പല കേന്ദ്രത്തിലേക്കും വിളിച്ചില്ലേ? പറ, നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കൂ. നിങ്ങൾ നേതാക്കന്മാരെന്ന് കരുതി ഇവിടെ വെച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിപ്പോയ ആളുകളോട് SKSSFന്റെ പക്കൽ നിന്നുകൊണ്ട് കത്ത് കിട്ടിയിട്ടുണ്ട്, എന്താ മറുപടി നൽകണമെന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ലഭിച്ച ഉത്തരം നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ തട്ടിക്കളിക്കുന്നില്ലേ? നിങ്ങൾ ഇവിടെ ഉത്തരം ലഭ്യമാവുവാൻ വേണ്ടി SKSSFകാരെന്ന് പറയുന്ന സമസ്തക്കാരന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്ന ആ ജാല്യതയോടുകൂടി അത് മറച്ചു വെച്ചുകൊണ്ട് നടക്കുമ്പോഴും നിന്റെ മനസ്സാക്ഷിയോടെങ്കിലും നീ കൂടെ പുലർത്തണ്ടേ? ആർക്ക് വേണ്ടിയാ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഇപ്പോഴും ആവർത്തിക്കുന്നു, മർക്കസിലെ മുടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേശമല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ ഒരുക്കമാ, ഞങ്ങൾ തയ്യാറാ, ഞങ്ങൾ സന്നദ്ധരാ. ഇപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയാ, അത് ഒറിജിനലാണെന്ന് തെളിയിക്കാൻ സന്നദ്ധരായ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ഉത്തരം ലഭ്യമാവുന്നില്ല. എന്നിട്ടും അവർ നിങ്ങളെ ഇട്ടുകൊണ്ട് തട്ടിക്കളിക്കുമ്പോ സ്വന്തം നേതാക്കന്മാരുടെ കയ്യിൽ ഇങ്ങനെ അമ്മാനമാടുവാൻ നിന്ന് കൊടുക്കുന്ന പന്തായിക്കൊണ്ട് മാറുന്ന പ്രവർത്തക, നീ സ്വന്തം മനസ്സിനോട് ചോദിക്കൂ. ഞാൻ സംവദിക്കുന്നത് പാവപ്പെട്ട SSFകാരനോടാ. ഈ ചോദ്യവുമായി കൊണ്ട് അവർ അലഞ്ഞതായ സമയത്ത് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് ലഭിച്ചതായ മറുപടി എന്താണ് എന്നത് അവർക്കറിയാം. ആ ചോദ്യവുമായി കൊണ്ടവർ നടന്നപ്പോ സംസ്ഥാന കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് ലഭിച്ചതായ ഉത്തരം എന്താണെന്ന് അവർക്കറിയാം. ഈ ചോദ്യവുമായി കൊണ്ട് അവസാനം അവർ മർക്കസ് എന്ന് പറയുന്ന കേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് കാണുകേണ്ടുകൊണ്ട് അപേക്ഷിച്ചതായ സമയത്തും അവർക്ക് ലഭിച്ചതായ ഉത്തരം എന്താണെന്ന് അവർക്കറിയാം. അവരുടെ മനസ്സാക്ഷിയോടെങ്കിലും അവർ കൂടെ പുലർത്തണ്ടേ? ഇവിടേക്ക് SKSSFനെ പരാജയപ്പെടുത്താൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിന്റെ പ്രവർത്തകരെയും താറടിക്കുവാൻ, അവർക്ക് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊന്ന് മനസ്സിൽ കൈവച്ചുകൊണ്ട് ചോദിക്കൂ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വല്ലാത്ത സാധനം അല്ലാഹുവിന്റെ ഹബീബിന്റെതാണെന്ന് പറയുവാൻ വേണ്ടി ആരാ നിങ്ങൾ നിർബന്ധിപ്പിക്കുന്നത്? അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ എത്ര തെളിവുകൾ പലവരും ഞങ്ങൾ നിരത്തി. എന്നിട്ടും നിനക്ക് മനസ്സിലാക്കാനിട്ടല്ല. നിന്റെ നേതാവിനോടുള്ള, നിങ്ങൾ ബഹുമാനിക്കുന്ന, നിങ്ങൾ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളോടുള്ള അന്ധമായ വിധേയത്വം അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഒരു കത്തുകൂടി സമർപ്പിക്കുന്നത്. നടക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് 6/3/2014 നിങ്ങൾ നൽകിയതായ കത്തിന് ഞങ്ങൾ മറുപടി നൽകിയപ്പോ സംവാദം ഇവിടെ നടക്കേണ്ടതായിരുന്നു. ആ കത്തിൽ പറഞ്ഞതെന്താണ്? ലോകത്തെ തിരുശേഷിപ്പുകളായ മുസ്ലിങ്ങളാൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒന്നിനും ആസാറുകൾ സ്വീകരിക്കാൻ ചേളാരി സമസ്ത പറയുന്ന നിബന്ധനകൾ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ട് മർക്കസിലും വെല്ലൂരിലും ഉൾപ്പെടെ ലോകത്തുള്ള ആസാറുകൾ നിഷേധിക്കുന്ന വഹാബികളുടെ പക്ഷത്താണ് ചേളാരി സമസ്ത എന്ന ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ സംസ്കാരമാണ്. ഒഴിഞ്ഞു മാറുവാനുള്ള ചില വിദണ്ഡ വാദങ്ങൾ അതൊക്കെ പോകട്ടെ. വിട്ടുവീഴ്ചയുടെ ഏതറ്റത്തേക്കും പോകാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട നമ്മുടെ ആദർശ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദിനോടും ബഹുമാനപ്പെട്ട അമീർ ഫൈസി ഉസ്താദിനോടും ഇതിന് മറുപടി നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തപ്പോ അവർ പറഞ്ഞതാ, ഏത് നിലക്കും വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് പരമാവധി ഏതറ്റത്തേക്ക് പോകുവാൻ കഴിയുമോ ആ അറ്റത്തേക്കൊക്കെ പോയി
അവരെ സമ്പാദത്തിന് നമ്മുടെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുവരുവാൻ വിട്ടുവീഴ്ചകൾ നൽകുക. അതടിസ്ഥാനത്തിൽ അവർ നൽകിയ അടുത്ത കന്യകക്ക് അടിസ്ഥാനമായി കൊണ്ട് നമ്മൾ മറുപടി നൽകി. അവർ എഴുതിയതായ ആ കന്യക എന്താണെന്നല്ലേ? ലോകത്തുള്ള ആസാറുകൾ സ്വീകരിക്കാൻ മുസ്ലിം ലോകം സ്വീകരിച്ചു പോരുന്ന രീതി അനുസരിച്ച് മർക്കസിലുള്ളത് തിരുവേഷമാണെന്നും അതുകൊണ്ട് വർക്കത്തെടുക്കാമെന്നും അത് പ്രമാണ വിരുദ്ധമല്ലെന്നും സ്ഥാപിക്കാൻ ഞങ്ങളും 1000 വട്ടം സന്നദ്ധമാണ്. അതിന് മറുപടി നൽകിക്കൊണ്ട് നമ്മൾ എഴുതി. കാരന്തൂറി സുന്നികൾക്ക് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കുറെ ചേളാരികളെന്ന് കേട്ടപ്പോ മറുപടി കൊടുക്കാൻ തുടങ്ങി. 8/3/2014 മറുപടി. അടിസ്ഥാന പിൻബലങ്ങളോ? അവർ പറഞ്ഞതെന്താണ്? വ്യക്തമായി മനസ്സിലാക്കിക്കോളൂ. അവർ പറഞ്ഞതെന്താണ്? ലോകത്തുള്ള ആസാറുകൾ സ്വീകരിക്കാൻ മുസ്ലിം ലോകം സ്വീകരിക്കുന്ന രീതി അനുസരിച്ച് ആ രീതി ഏതൊക്കെയാണോ അത് ധരിച്ചുകൊണ്ടാണ് മറുപടി നൽകുന്നത്. 1 അടിസ്ഥാന പിൻബലം, 2 ചരിത്രരേഖ, 3 മുസ്ലിം ഉമ്മത്തിന്റെ അംഗീകാരം. നമ്മൾ എഴുതിയ മറുപടിയിൽ ഈ 3 മർക്കസിൽ സൂക്ഷിച്ചതായ തിരികേശമെന്ന് കാന്തപുരം മുസ്ലിയാർ വാദിക്കുന്ന മുടിക്കില്ല എന്ന് അക്കമിട്ടുകൊണ്ട് നിരത്തി. 8/3/2014 ഞങ്ങൾ നൽകിയ കത്തിൽ കാണാം. അടിസ്ഥാന പിൻബലങ്ങളോ ചരിത്രരേഖകളോ മുസ്ലിം ഉമ്മത്തിന്റെ അംഗീകാരമോ ഇല്ലാത്ത വ്യാജ ആസാറുകൾ പ്രദർശിപ്പിച്ച് പൊതുജനത്തെ കബളിപ്പിക്കുന്ന നിങ്ങൾ കാരന്തൂർ മർക്കസിലുള്ളത് തിരുകേശമാണെന്നും അതുകൊണ്ട് തബറുക്കെടുക്കാൻ പറ്റുന്നതാണെന്നും തെളിയിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് സംവാദ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് മാർച്ച് 29 ശനിയാഴ്ച സൗകര്യമുള്ള സ്ഥലവും സമയവും പ്രതിനിധികൾ മുഖേന നിർണയിച്ചിരിക്കാവുന്നതാണ്. ഞങ്ങൾ അതിനൊരുക്കമാണെന്ന് പറഞ്ഞപ്പോ വീണ്ടും അവർ കുതറി മാറുകയാണ്. വീണ്ടും അവർ രക്ഷപ്പെടുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത് ലോകത്ത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടതാ. അതിന് മറുപടിയായി 9-ാം തീയതി ഇട്ടുകൊണ്ട് ലഭ്യമായതായ കത്തിൽ കാണാം. മർക്കസിൽ സൂക്ഷിച്ച് വർക്കത്തെടുത്ത് പോരുന്ന തിരുകേശം തെളിയിക്കാനുള്ള സംവാദത്തിന് ഞങ്ങൾ തയ്യാറായി എന്ന് സമ്മതിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ തന്റെ ഇടം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കും. പക്ഷേ പിന്നത്തെ ഗണ്യകെത്തുമ്പോ ആ തന്റെ ഇടം കാണുന്നില്ല. പക്ഷേ സനത് വേണമെന്ന നിങ്ങളുടെ വാദപ്രകാരം ലോകത്ത് ഒരു തിരുകേശത്തിനും നിങ്ങൾ സനത് കണ്ട് ബോധ്യപ്പെട്ടവരായതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ വഹാബി പക്ഷത്താണെന്നും ലോകത്ത് ഒരു ആസാറിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നുമുള്ള ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് ഗണ്ണിക്കാൻ കഴിയാത്തത് നമ്മളെങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാ സ്ഥാപിക്കുന്നത്. നമുക്കില്ലാത്ത വിശ്വാസം നമ്മുടെ മേലങ്ങോട്ട് വെച്ച് കെട്ടുക, എന്നിട്ട് ലോകത്തുള്ള ആസാറുകളെ കുറിച്ചുകൊണ്ട് ചർച്ച ചെയ്യണം. എന്നാലേ മർക്കസിലെ മുടിയെക്കുറിച്ച് കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് വീണ്ടും കുതറിമാറി. ഇങ്ങനെ കുതറിമാറി 2, 3, 4 പേജുള്ള ലേഖനങ്ങളായി പിന്നീട് അവർ തരുന്നത്. അതിൽ വെച്ചുകൊണ്ടവർക്ക് മറുപടി ലഭ്യമാവണമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ 3 തവണയും ഇവിടെ വെച്ചുകൊണ്ട് മറുപടി പറഞ്ഞതാ. ഉത്തരം തിരിയാനിട്ടല്ല. നേതാക്കന്മാർ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കത്ത് കൊടുത്താൽ മതി എന്നാണ് അവർക്ക് ലഭിച്ചതായ ഉത്തരം. ലോകത്തുള്ള ആസാറുകളെ കുറിച്ചുകൊണ്ട് ചർച്ച ചെയ്താൽ മാത്രമേ അവരുടെ കയ്യിലുള്ളതിനെ കുറിച്ചുകൊണ്ട് ചർച്ച ചെയ്യൂ എന്ന് കഴിഞ്ഞ തവണ പറഞ്ഞതായ അതേ മറുപടി തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമലൈക്കും. യൂനുസ് ഫൈസി കേൾക്കുന്നുണ്ടോ? യൂനുസ് ഫൈസി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഞാൻ DC ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മുഖാമുഖത്തിന്റെ ഭാഗം ഉടൻ ആരംഭിക്കാൻ നിൽക്കുകയാണ്. എല്ലാ മുടിക്കുട്ടികളെയും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ഞാൻ DC ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ തിരിച്ചു വരും. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഇവിടെ ഇരിക്കുന്നവര് BP കൂടാതെ ഇരുന്ന് കേൾക്കുക. കാരണം ഇനിയാണ് മുഖാമുഖം അടങ്ങേറം. 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന മുഖാമുഖം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സമാധാനത്തോടു കൂടി ഇരുന്ന് കേൾക്കണം. ഇനിയെങ്കിലും ചിന്തിക്കുക, ഈ കള്ളമുടിയുടെ പിന്നാലെ പോവണോ? എഡിറ്റ് ചെയ്തില്ല കേൾക്കാൻ. നിങ്ങൾക്കൊക്കെ റെക്കോർഡ് ചെയ്യാലോ. ഇത് ഒളവട്ടൂർക്കാരുണ്ടല്ലോ. അസ്സലാമു അലൈക്കും. എത്തിയിട്ടുണ്ട്. എന്താ നിങ്ങൾ മുനാവറ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത്? എന്താ നിങ്ങൾ സംവാദം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചത്? സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കുറ്റ്യാടി സിറാജുൽ
ജനതയുടെ 10 വാരം മുമ്പിൽ വെച്ചുകൊണ്ട് ഇതോതിക്കൊണ്ട് ആ മുസ്ലിയാരെ വെല്ലുവിളിച്ചിട്ട് പോലും നാളിതുവരെയായിട്ട് കുറ്റ്യാടിയിൽ ഒരു മറുപടി സംഘടിപ്പിച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ നിങ്ങളുടെ പേരോട് മൗലാന പോലും വന്നിട്ടില്ല കൂട്ടരെ. പിന്നെയാണോ നിങ്ങൾ സംവാദം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കൂട്ടക്കാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തെക്കുറിച്ചാവണം തർക്കം. ലോകത്തുള്ള ഏത് ആധാരങ്ങളാണ് നിങ്ങൾ അംഗീകരിക്കുന്നതും നിങ്ങൾ നിരാകരിക്കുന്നതുമായിട്ടുള്ളത്? വെല്ലുവിളിയുള്ള കേശം നിങ്ങളും അംഗീകരിക്കുന്നു, ഞങ്ങളും അംഗീകരിക്കുന്നു. പിന്നെ അതിനെക്കുറിച്ച് കൊണ്ട് എന്തിന് തർക്കം? വെറുതെ മുജാദല എന്ന് പറയുന്ന വെറുതെ ഒരു തർക്ക വിതർക്കങ്ങളിലേക്ക് കൊണ്ടുപോയി പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ സമയം കളയണോ? ഇവിടെ തർക്കമുള്ളതേതാ? ഞങ്ങൾ പറയുന്നു മർക്കസിൽ കാന്തപുരം മുസ്ലിയാർ അള്ളാഹുവിന്റെ ഹബീബിന്റേതാണെന്ന് പറയുന്ന കേശം അല്ലെങ്കിൽ കേശങ്ങൾ, അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല. ലോകത്തുള്ള മുസ്ലിം ഉമ്മത്ത് പ്രമാണികമായി കൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തുള്ള ആധാറുകൾ ഹബീബിന്റേതാണെന്ന് വിശ്വസിക്കുവാൻ അംഗീകരിക്കുവാൻ ഏതൊരു മാനദണ്ഡമാണോ സ്വീകരിച്ചത് ആ മാനദണ്ഡങ്ങൾ ഒന്ന് പ്രകാരവും അതല്ല. അതേതൊക്കെയാണ് എന്ന് നിങ്ങൾ വരിക, നിങ്ങൾ വാദമെഴുതാം, നിങ്ങൾ പ്രതിവാദമെഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ വാദമെഴുതാം, ഞങ്ങൾ പ്രതിവാദമെഴുതാം. എന്നിട്ട് നമുക്ക് സംവാദം നടത്താം. ആ പണ്ഡിതന്മാർ വന്നിരിക്കട്ടെ. എന്തേ അതിന് നിങ്ങൾ തയ്യാറായില്ല? പലപ്പോഴും സംഭവിച്ചത് ഇതാണ്. ഈ അടുത്ത് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് പരിപാടി നടന്നപ്പോഴും ഈ ഒരു പ്രതിഫലനം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുകൊണ്ടുമുണ്ടായത്. മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഇതുപോലെയുള്ള കത്തുകളൊക്കെ കൈമാറി അവസാനം ഗത്യന്തരമില്ലാതെ ആ സക്കാഫി കുട്ടികളും സാദിമാരുമൊക്കെ വന്നിരിക്കാൻ നിർബന്ധിതരായി. എന്നിട്ടത് അവസാനം സംഭവിച്ചതായ സംഭവവികാസങ്ങളിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് കടന്നു പോകാം 29 എടുത്തു. അവര് സാധാരണ പറയാറുള്ള ഒരു വിഷയം നിങ്ങൾ തന്നെ കേട്ടോളൂ, എന്നിട്ട് അതിന് മറുപടി നമ്മുടെ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോളൂ. പ്ലേ ചെയ്തു. കാരന്തൂർ AP അബൂബക്കർ വിഭാഗത്തിലെ പ്രതിനിധിയായിക്കൊണ്ട് ഒരു സഖാഫി മൗലവിയാണ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്. കേട്ടോളൂ. AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം AP ബുക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നിങ്ങൾ എഴുതിയത് വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കാൻ തയ്യാറാണ്. ഇതാണ് നിങ്ങൾ എഴുതി കൊടുത്ത വാദം. ഒരു സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കണമെങ്കിൽ ആകാനുള്ള സകല സാധ്യതകളും ബാത്തിലാക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ആകാനുള്ള സകല ബാധ്യതകളും ഇല്ലായ്മ ചെയ്യൽ നിങ്ങളുടെ ബാധ്യതയാണ്. സമൂഹത്തിൽ ബുദ്ധിപരമായി വിഷയത്തെ ആലോചിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് നിന്റെ ഉപ്പയല്ല എന്ന് പറയാൻ ഉപ്പയാകാനുള്ള സകല സാധ്യതകളും ബാത്തിലാക്കാതെ തന്നെ നിങ്ങൾക്കിതിന് അവസരം ലോകത്ത് ജനങ്ങൾ അനുവദിച്ചു തന്നാൽ നാളെ തുടങ്ങൂലേ നിങ്ങൾക്ക് ഉറപ്പില്ലാത്തതൊന്നും ഇല്ലാത്തതാന്ന് പറയാൻ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ സംശയം വന്നാൽ നിങ്ങൾ അതിനെതിരിൽ ശബ്ദിക്കില്ലേ? കാരണം അല്ല എന്ന് സമർത്ഥിക്കാൻ ആകാനുള്ള സകല സാധ്യതയും ഇല്ലായ്മ ചെയ്യൽ അവന്റെ ബാധ്യതയാണ്. അല്ല എന്ന് പറയാൻ ആകാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയല്ല എന്ന് പറയും? കഴിയില്ല. അപ്പൊ നിങ്ങൾ കാരന്തൂർ മർക്കസിലെത്തിയ ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് സമർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ അനുവദിക്കില്ല. ഒരു സാധ്യത പോലും ഇല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ സ്പിരിറ്റ് കുറെ വാക്ക് വന്നല്ലാതെ ഉസ്താദ് അതിന് മറുപടി നൽകുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചു കിട്ടുള്ളൂ. ഇതൊന്നും ആവശ്യമുള്ളൂ. ഇത് കുറെ വാഴന്ന് പറയാനല്ല സഖാഫി, നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ ആവശ്യം മറുവാദം എഴുതുക. നിങ്ങൾക്ക് എന്ത് പേടി? ഉപ്പയാണോ അല്ലെ സംശയിച്ചാൽ എന്റെ വാപ്പനെ കുറിച്ച് ഞാൻ അമ്പത്തോടെ പറയുന്നത് എന്റെ വാപ്പയെന്ന് പറയും. എന്നിട്ട് വാപ്പയാണോ അല്ലയോ എന്ന് സംശയിച്ചാൽ അന്തത്തോടുകൂടി വാപ്പയാണ് എന്ന് പറയും. എന്നിട്ട് വാപ്പയാണ് എന്നുള്ളതിന്റെ തെളിവ് നിരത്തും സനതും നിരത്തും. ഇവരെന്താ ചെയ്തത്? വാപ്പയാണോ ആണോ ഒരു സംശയം, അതാ പൊളിച്ച് കൈ കൊടുക്കുന്നത് നോക്കി. ഇത് തന്നെ ഇവര് വരാത്തത്. ഇവര് ഇതുകൊണ്ട് തന്നെയാണ് വരാത്തത്. തൊലി ഉരിഞ്ഞ് കയ്യിലങ്ങോട്ട് കൊടുക്കും. പറയുന്നത് വാപ്പയെന്ന് പറയും. എന്നിട്ട് അതിന് സംബന്ധിച്ചു നിങ്ങളെല്ലാം വാപ്പ വെച്ചാൽ വാപ്പ ആണോ അതൊന്നും മുമ്പില്ല.
അത് ഞങ്ങൾ കൊണ്ടുപോല. വാപ്പയാണോ അല്ല ഞങ്ങൾ കൊണ്ടുപോല. അല്ല വാപ്പ അല്ലെങ്കിൽ ഒരു ചെറിയ സാധ്യത വാപ്പനെ വൈക്ക് പൊയ്ക്കണമെങ്കിൽ ബഹുമാനിക്കണം. അതല്ല വിഷയം. വിശ്വസിക്കണം. വാപ്പയാണോ അല്ലേ തർക്കമെന്നാൽ ഒരു മകൻ, അന്തസ്സുള്ള മകൻ പറയും എന്റെ വാപ്പ മാത്രം പറയും. എന്നിട്ടാണ് വാപ്പനക്ക് തെളിവ് വയ്ക്കുക. അല്ല 99% വാപ്പ അല്ലെങ്കിലും ഇരിക്കട്ടെ, എന്റെ വാപ്പയ്ക്കോ 1% വാപ്പയിക്കോട്ടെ. പിന്നെ കുടുംബത്തിൽ സംശയം ആർക്കാ? നിങ്ങൾ അപ്പുറത്തിപ്പുറത്ത് നോക്കിയല്ലോ, ആർക്കാണ് ഈ കുടുംബത്തിൽ സംശയം? ഞാൻ ഞങ്ങളോട് പറയിപ്പിക്കണ്ട. നിങ്ങൾ പറഞ്ഞതൊന്നും പറയത് മാന്യമാ എന്നിട്ടോ എല്ലാ മാനിക്കട് മൊത്തം കൊടുത്തു. വടി കൊടുത്ത് വാങ്ങിയതാ. ഇരിക്കട്ടെ, മതി, സമയക്കുറവുണ്ട്. വടി കൊടുത്തിട്ട് അടി വാങ്ങിയതാ. ഞങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിത നേതൃത്വം എഴുതി കൊടുത്തതായ വാദത്തിലുള്ളതെന്താ? മർക്കസിലുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല. ഇങ്ങോട്ട് വായിച്ചിട്ട് മൂപ്പര് പറഞ്ഞു സാലിബ കുല്ലിയെ നഖ്ദ് ചെയ്യുവാൻ വേണ്ടി മൂജിബ് ജുസ്ഇ മതി. എന്നാൽ ആ മൂജിബ് ജുസ്ഇ അങ്ങോട്ട് എഴുതി. എത്ര തവണ പറഞ്ഞു അത് ആണ് എന്നതിനെ സ്ഥിരീകരിക്കാനുള്ള വലിയ സാധ്യതയും ഉണ്ടെങ്കിൽ എന്നാൽ ആ സാധ്യത അങ്ങോട്ട് എഴുതൂ. അത് പോലെ വാദത്തിൽ ഞങ്ങൾ വാദമായിക്കൊണ്ട് അല്ല എന്ന ഞങ്ങളുടെ സാലിബ കുല്ലി അങ്ങോട്ട് എഴുതിയപ്പോ അവര് പറഞ്ഞ ആ മൂജബ ജുസ്ഇ ഉണ്ട് എന്ന് അത് ഉണ്ടെങ്കിൽ, അങ്ങനെ വല്ല സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത ഏതാ മുസ്ലിയാക്കന്മാരെ ചോദിച്ചില്ലേ? പക്ഷെ ഒറ്റ മറുപടിയുമില്ല. വെറുതെ അവർ ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാനുള്ള നീക്കങ്ങളാണ്. നോക്കൂ നിങ്ങൾ 31 കേണപേക്ഷിക്കുകയാണ്. അവരോട് പറയുകയാ നിങ്ങൾ എഴുതൂ ഇത് മർക്കസിലെ തിരുകേശമാണെന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണ് എന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണ് എന്ന് എഴുതൂ. താനെ കേണുകൊണ്ട് അവരോട് അഭ്യർത്ഥിക്കുന്ന ആ ഭാഗവും കൂടി ഒന്ന് കേട്ടോളൂ. ഇതാണ് ഞങ്ങൾ പറയണത്. എന്താണ് ഇത്ര പേടി? ഞങ്ങളെ കത്തിന് ഞങ്ങളെ വാദത്തിന് നിങ്ങൾ മറുവാദം എഴുതി തന്നാൽ, ഞങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞല്ലോ കാരന്തൂർ മർക്കസിൽ കാന്തപുരം സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ ലഭിത്തങ്ങളത് അല്ല. എന്താ സഹോദരങ്ങളെ, ആണെന്ന് പറയാത്ര പേടി? ഒന്ന് ആണെന്ന് എഴുതി തന്നൂടെ? നിങ്ങൾ ഇത്ര കേണപേക്ഷിക്കുന്ന എന്തിനറിയോ? ഈ സംവാദം നടക്കാൻ, ഈ പെട്ടെന്ന് തീരാൻ നിങ്ങൾ കേണപേക്ഷിക്കുന്നു. കാരന്തൂർ മർക്കസിൽ കാന്തപുരം സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ ലഭിത്തങ്ങളതാണെന്ന് പറയാൻ ഒന്ന് തയ്യാറാകണേ സഖാഫികളെ, സൈദികളെ, ഒന്ന് തയ്യാറാകണേ. നിങ്ങൾക്ക് ആത്മാർത്ഥമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട റഷീദ് സഖാഫിനെ പോലെ ആൾക്കാരൊക്കെ പോട്ടെ, ബാക്കിയുള്ളവർക്കെങ്കിലും വല്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത് നിങ്ങളെ പാവം പ്രവർത്തകന്മാർ അതാ സുന്നി പോപ്പുലേഴ്സിൽ അതിന് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ചെയർമാനോട് ഇരിപ്പുണ്ടല്ലോ, അവരെ കേൾക്കുമ്പോ പ്രയാസം ഉണ്ടാവുന്ന നിനക്ക് സാഹിത്യം ഒന്നും ഇടപെടൂ. ഇരിക്കട്ടെ, ഇങ്ങനെ ആണെങ്കിൽ ഒന്ന് എഴുതൂ. നിങ്ങൾക്ക് വല്ല വാദവും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതുന്നില്ല. അവസാനം അറിയാതെ ആ ജാഫർ സഖാഫി ഒന്ന് പറഞ്ഞു പോണ്ട്. ആ വാദം തൊള്ളകൊണ്ട് പറയുന്നു, പക്ഷെ എഴുതാൻ പറയുമ്പോ അവരെഴുതുന്നില്ല. ആണ് എന്ന് സമ്മതിക്കുന്നു 30 ആണ് എന്ന് സമ്മതിക്കുന്നു, പക്ഷേ അതങ്ങോട്ട് എഴുതുന്നില്ല. അപ്പോഴേക്കും മൂപ്പര് മറ്റേ നമ്മൾ മുഴുവനെ പിടിച്ച മാതിരി മൂപ്പര് ഒഴിഞ്ഞ് രക്ഷപ്പെടുന്നത് നിങ്ങൾ കേട്ടോളൂ. അവിടത്തേത് തന്നെ അല്ല. ഒന്നുകൂടി റിപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കണേ. ആണ് എന്ന് പറഞ്ഞു, എന്നാൽ അതിങ്ങോട്ട് വാദമായിട്ട് ഇങ്ങോട്ട് എഴുതി തരീന്ന് പറഞ്ഞു. അതിന് ആ സാധു രക്ഷപ്പെടാൻ കളിക്കുന്ന കളി കണ്ടോളിങ്ങള്. താരിമുസ്താഖ് പിടിച്ച് കെട്ടാൻ വേണ്ടി നോക്കുന്ന ഒക്കെ നിങ്ങൾക്ക് കാണാം. അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓല് ശ്രമിക്കുന്ന ശ്രമങ്ങളും കാണാം. ഒന്ന് റീപ്ലൈ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ്. അവിടത്തേത് തന്നെ അല്ല. എഴുതിക്കേ, ബേജാറാകണേ. എന്താണ് ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങൾ മുത്തുനബിയുടേതായതുകൊണ്ട് ആണെന്ന് മാത്രമല്ല, ആദരിക്കേണ്ടത് കൂടിയാണ്. ഞങ്ങളുടെ കയ്യിൽ ദഅവയുമുണ്ട്, സിയാദയുമുണ്ട്. സദിഖി, ദഅവയുമുണ്ട്. ദഅവ വ സിയാദ മാന. ആലോചിക്കേ, നിങ്ങൾ ആലോചിക്കേ. മുത്തുനബിയുടേതാ. ഇതാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംവാദ വ്യവസ്ഥക്ക് വന്നിട്ട് അവർ രക്ഷപ്പെട്ട കഥകൾ പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കാൻ നിൽക്കുന്നത് ഓരോ സ്ഥലത്തും പല തന്ത്രങ്ങളും പയറ്റി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടീസൊക്കെ പറഞ്ഞ് ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാന്ന് വിചാരിച്ച് നടത്തിയിടത്തോളം നടന്നു തന്നെ മതിയായിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ അറിയാം, അവരുടെ നാട്ടുകാർ തന്നെ അല്ലെങ്കിൽ ആ സംവാദം സംഘടിപ്പിച്ചതായ പാവം SSF തന്നെ യഥപൂണ്ട മനസ്സുമായി ഇങ്ങനെ നടക്കുക. പിന്നെ ഇവർ എങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് സംവാദത്തിന് വരൂല.
വരൂല. അവസാനം അവർക്ക് മനസ്സമാധാനത്തിന് വേണ്ടി നമ്മുടെ പേരോട് മൗലവിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ന്യായങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്ന് പറയുന്നത് ഒറിജിനൽ ആണെങ്കിലും അല്ലെങ്കിലും ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഞാൻ ഇട്ടതായിരിക്കാം, എന്നാലും വിഷയത്തോട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് നിങ്ങൾ കേട്ടോളൂ. 32 എംപ്ലോയി. ആമത്തെ കാര്യം എന്താണ്? സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. സംശയിപ്പിക്കുന്ന ഇത് അതിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പില്ലേ? ഒറിജിനൽ അല്ല ആദ്യം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഒറിജിനലിനെയും ഡ്യൂപ്ലിക്കേറ്റിനെയും ബഹുമാനിക്കണം. ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് നബിതങ്ങളുമായി ബഹുമാനപ്പെട്ടതാണ് കഅബ ശരീഫ്. നബിതങ്ങൾ ജനിച്ച നാട്ടിലെ ദേഹമാണ്. നബിതങ്ങളെ ഉപ്പാപ്പ നിർമ്മിച്ചതാണ്. അതേ ആദം നബി വരുന്നതിന് മുമ്പ് തന്നെ അതാ മലക്കുകളെ അയച്ച് അല്ലാഹു ബഹുമാനിച്ചതാണ് കഅബ. ആ കഅബയെ ബഹുമാനിക്കണം, തർക്കമില്ല. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് കഅബ അങ്ങനെയാണ് ശരിയായ ഡ്യൂപ്ലിക്കേറ്റ് കഅബ. കഅബത്തിന്റെ ഫോട്ടോ അത് കഅബയല്ല, കഅബത്തിന്റെ ചിത്രം കഅബയല്ല. പക്ഷേ കഅബത്തിന്റെ ചിത്രത്തെ ബഹുമാനിക്കണം. എന്തേ കാരണം? അത് കഅബയുടേതാണെന്ന് പറയുന്നു എന്നതാണ്. ചില ജമാഅത്തുകാർ ചിലപ്പോൾ ചോദിക്കും, അതേ ഒരു പിഞ്ഞാണവും എടുത്തിട്ട് പോകുന്ന ഒരാള് പിഞ്ഞാണവും എടുത്ത് പോയിട്ട് കുങ്കുമത്തിന്റെ മഷി കൊണ്ട് അല്ലേ വേറെ മഷി കൊണ്ട് ആയത്തുൽ കുർസി അതാ മഷി കൊണ്ട് എഴുതിയിട്ട് അത് മയച്ചിട്ട് കുടിക്കുന്നു സുന്നികള്. പണ്ട് തന്നെ ആ മഷിയങ്ങ് കുടിച്ചാ പോരെ. ഈ പിഞ്ഞാണത്തിൽ എഴുതിയത് കൊണ്ടെങ്ങനെ ഈ മഷിക്ക് ബഹുമാനം കൂടുന്നു? അതാ വിഷയം പാവപ്പെട്ട സുന്നികളുടെ മനസ്സിലേക്ക് വിഷയം അങ്ങോട്ട് മാറ്റുക. ഖുർആൻ എഴുതിയ പവിത്രനാണ് അതിനുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ പോട്ടെ. അതിന്റെ വചനം ആ മഷി കൊണ്ട് എഴുതിയപ്പോ അതിന് ബഹുമാനം വന്നു എന്നല്ലേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ അലി ഇബ്നു അബീ ത്വാലിബിനെ അംഗീകരിക്കുന്നവരാ സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ട് തന്നെ പിന്നാണം എഴുതിയ മഷിക്ക് ബഹുമാനമുണ്ട്. ഇതുപോലെ കഅബയെ ബഹുമാനിക്കുമ്പോ കഅബത്തിന്റെ ചിത്രം കഅബയല്ല, പക്ഷെ ആ ചിത്രത്തെ ബഹുമാനിക്കണം. ഇത് ബുദ്ധിയുള്ളവർക്ക് വേഗം മനസ്സിലാകും. ഇന്ത്യ രാജ്യത്തിന്റെ പതാക അത് ഇന്ത്യയല്ല, ശരിക്കും മനസ്സിലാക്കണം. ഇന്ത്യയുടെ പതാക ഇന്ത്യ രാജ്യമല്ല, ഡൽഹിയല്ല, തിരുവനന്തപുരമല്ല. പക്ഷെ ഇന്ത്യ എന്ന രാജ്യത്തിന്റേതാണെന്ന് ഈ രാജ്യത്തുള്ളവർ പറഞ്ഞ് തീരുമാനിച്ച പതാക. ആ പതാക ബഹുമാനിക്കാത്തവർ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ അർഹതയില്ല. ആ പതാകയെ നിന്ദിച്ചാൽ ഇവിടെ ജയിലിൽ കിടക്കേണ്ടി വരും. അത് ഇന്ത്യയാണോ? അല്ല, പക്ഷെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ആ പതാകയെ ബഹുമാനിക്കണം. അതുപോലെ കഅബയുടെ ഫോട്ടോ ബഹുമാനിക്കണം. ഇനി പറയട്ടെ, നബിതങ്ങൾ കിടക്കുന്ന മഖ്ബറ അതേ സമയമല്ല. അപ്പോ ഒറിജിനലിന്റെ പ്രതിബിംബം അതിനെക്കുറിച്ച് കൊണ്ടുള്ള വിഷയത്തിലേക്ക് സാധനം കൊണ്ടുപോവാം. ഈ സാധനം തന്നെ ഇവർ കൊണ്ടുവരുന്ന സാധനം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലോ ബാക്കി വിഷയങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, ചിത്രത്തെയും ആ രൂപങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. ഈ സാധനം തന്നെ മൗലവി ഒറിജിനൽ അല്ലെങ്കിലോ, ഒറിജിനൽ മുടിയുടെ അല്ലെങ്കിൽ ഒറിജിനൽ ചെരുപ്പിന്റെ അല്ലെങ്കിൽ ഒറിജിനൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറിജിനൽ തൊപ്പിയുടെ അതുപോലെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറിജിനൽ തിരുശേഷിപ്പിന്റെ അല്ലേ, അതിന്റെ ഒക്കെ ഫോട്ടോയാണെങ്കിൽ, അതിന്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ, അതിന്റെ ഒക്കെ കാർബൺ പതിപ്പാണെങ്കിൽ, ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകാമായിരുന്നു. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്നത് ഏതിന്റെയെങ്കിലും ഒരു പതിപ്പായിക്കൊണ്ടല്ല, ഒറിജിനൽ മുടിയുടെ ഫോട്ടോ കൊണ്ടുവന്ന്. അങ്ങനെ മുടി ഫോട്ടോഗ്രാഫിക്ക് ഭവിക്കൂല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കാരണം അതിന്റെ നിഴലില്ല. മർക്കസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച നേരത്തെ അമീദ് ഫൈസി ഉസ്താദ് പറഞ്ഞതായ ആ പുസ്തകത്തിൽ തന്നെ പരാമർശിച്ച പുസ്തകത്തിൽ തന്നെ ആ വസ്തുതകൾ പോലും പറയുന്നുണ്ട്. SSFകാരാ ഇരിക്കട്ടെ, ഏതെങ്കിലും ഒരു ഒറിജിനൽ സാധനം വെള്ളത്തിൽ മുക്കിക്കൊണ്ടുള്ള അതുകൊണ്ട് തബറക്കെടുക്കലല്ല നിങ്ങൾ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് ഒരിക്കലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്ത, ഒരിക്കലും ആർക്കും തെളിയിക്കാൻ കഴിയാത്ത ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലയും അഹമ്മദ് ഖസ്റജിയും ഒക്കെ കൊണ്ടുവന്നതായ ഒരിക്കലും റസൂലുള്ളാഹി തങ്ങളുമായി കൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത വസ്തുതകൾ കൊണ്ടുവന്നുകൊണ്ടാണ് നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി കടന്നു വന്നത്. അല്ലേ? ഇതല്ല വസ്തുത. അല്ലെങ്കിൽ പേരോട് മൗലവി ആ മുടിയുടെ ചിത്രം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഈ ഒറിജിനലിനെ ആദരിക്കുന്ന പോലെ ഡ്യൂപ്ലിക്കേറ്റിനെയും ആദരിക്കണ്ടേ?
എന്തേ SSFകാരാ അഹമ്മദ് ഖസ്റജി എന്ന് പറയുന്ന നിങ്ങൾക്ക് മുടി കൊണ്ടുവന്നതായ ആളുടെ കയ്യിലുള്ള ആ കേശക്കൂമ്പാരത്തിന്റെ ആ ഫോട്ടോ നിങ്ങൾ ഫ്രെയിം ചെയ്തുകൊണ്ട് വീട്ടിൽ സൂക്ഷിക്കുന്നില്ല? ഒറിജിനലിനെ ആദരിക്കുന്ന പോലെ ഡ്യൂപ്ലിക്കറ്റിനെയും ആദരിക്കണം. അപ്പോ അഹമ്മദ് ഖസ്റജിന്റെ കയ്യിലുള്ള നിന്റെ വാദപ്രകാരം ഷേർ മുബാറക്കായ ഈ സാധനം ഒന്ന് വീട്ടിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും SSFകാരനുണ്ടോ? എന്തേ നിൽക്കാത്തത്? എന്താ മെനക്കെടാത്തത്? നിന്റെ വാദപ്രകാരം ഒറിജിനൽ പോലെ ഡ്യൂപ്ലിക്കറ്റിനെയും ആദരിക്കണമെങ്കിൽ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഏതെങ്കിലും SSFകാരൻ ധൈര്യപ്പെടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലാണ് നിങ്ങൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കളികൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലാണ് നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഗോഷ്ഠികളും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, ഞങ്ങൾ സനദ് ചോദിച്ചിട്ടുണ്ട്, സംഗതി ശരിയാ. അതിന്റെ കാരണം എന്താ? നിങ്ങൾ പലപ്പോഴും പറഞ്ഞു സനദ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന്. അടിസ്ഥാന പിൻബലം, അടിസ്ഥാന രേഖ എന്നൊക്കെ ഇവിടെ പരാമർശിക്കുന്നത് അതിനെക്കുറിച്ച് കൊണ്ട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇതിലേക്ക് ചേർത്തി പറയാൻ പറ്റിയ എന്ന് ചേർത്തി പറയാൻ പറ്റിയ വല്ലതുണ്ടോ? ഈ വാദപ്പുറം വരെ ഒഴിവാക്കിയിട്ടില്ല. പല ക്യാമ്പിൽ വെച്ചുകൊണ്ടും പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പേരോട് അബ്ദുറഹ്മാൻ മൗലവി നമ്മുടെ വിദേശത്ത് ബഹ്റൈനിൽ പോയപ്പോഴും ഇതുപോലെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ പല സ്ഥലത്ത് വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ നടത്തുന്നില്ല. പാവപ്പെട്ട SSFകാരന്റെ മനസ്സിലേക്ക് അറിയാതെ പലതും അങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോ അടുത്തയാള് മലേഷ്യ പോയതായ സമയത്ത് സാക്ഷാൽ കാന്തപുരം മൗലവി തന്നെ പ്രസംഗിച്ചതാണ്. നിങ്ങൾ കേട്ടോളൂ. അയാളെ കയ്യിൽ 3 സനദുണ്ട്. എന്നാലും സനദേതാ? നിങ്ങൾ കൊണ്ടുവന്ന സനദൊക്കെ വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് ഞങ്ങൾ പൊളിച്ച് കയ്യിൽ അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇല്ലേ? നിങ്ങൾ അങ്ങനെ സനദുണ്ടെങ്കിൽ എടുത്തു പോയ SSFകാരാ? അത് ഒറിജിനലാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ നിങ്ങളുടെ കയ്യിൽ സനദാണോ? കൊണ്ടുവാ. ചരിത്ര പിൻബലമാണോ? കൊണ്ടുവാ. മുസ്ലിം ഉമ്മത്തിന്റെ കാലങ്ങളായ ചരിത്രപരമായ രേഖകൾ വെച്ചുകൊണ്ട് തവാത്തുറായിക്കൊണ്ടവർ അംഗീകരിക്കുന്നു എന്നതാണോ? കൊണ്ടുവാ. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവാ. എന്നിട്ടത് തെളിയിക്ക്. തയ്യാറല്ല? മലേഷ്യയിൽ പോയി മുസ്ലിയാർ പ്രസംഗിച്ചത് കേട്ടോളൂ. സുന്നിയയുടെ ഭാഗ്യത്തിൽപ്പെട്ടതാണ്. അവിടെയും അല്ലാഹുവിന്റെ സഹായം കൊണ്ട് നമുക്ക് 3 വഴികളിലൂടെ തിരുകേശം ലഭിച്ചു. സഖാഫത്ത് സുന്നിയയുടെ ഭാഗ്യത്തിൽപ്പെട്ടതാണ്. അവിടെയും അല്ലാഹുവിന്റെ സഹായം കൊണ്ട് നമുക്ക് 3 വഴികളിലൂടെ തിരുകേശം ലഭിച്ചു. ഒന്ന് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാല എന്ന് പറയുന്ന ബറക്കാത്തി സയ്യിദന്മാരുടെ കൂട്ടത്തിൽ കൂടി കിട്ടിയതാണെന്ന് പറഞ്ഞു. അയാൾ ബറക്കാത്തിയും അല്ല സയ്യിദും അല്ല എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ടൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടതാണ്. പോരാത്തതിന് ഹമീദ് ഫൈസി ഉസ്താദ് ഇന്ന് വീണ്ടും പറയുകയും ചെയ്തു. ഇരിക്കട്ടെ, ഒന്നത്. രണ്ടേതാ? അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ കൂടി വന്നതായ മുടി, വീണ്ടും വന്നതായ മുടികളേതാ? അതിനെ സംബന്ധിച്ചുകൊണ്ടൊന്നുമില്ല. ഇത് ഇയാൾ 2012 ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 2014 ഫെബ്രുവരി മാസം എന്തായത് പാത്രം കൈമാറിയ സമ്മേളനം ഫെബ്രുവരി 14 എന്നാണ് എന്റെ ഓർമ്മ. അന്ന് കോഴിക്കോട് വെച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ വെച്ച് അയാൾക്ക് പുതിയൊരു താടിരോമവും കിട്ടിയെന്നാ പറഞ്ഞത്. SSFകാരാ, ഇയാളെ ഇങ്ങനെ കയറൂരി വിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ വാദ സിറാജിൽ കണ്ടില്ല. അതേറ്റുപിടിക്കാനോ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഫ്ലക്സ് ബോർഡുകൾ വെക്കാനോ നിങ്ങൾ പോലും ധൈര്യപ്പെട്ടില്ല. നല്ലത് തന്നെയാണ്. പക്ഷേ തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. കുറ്റകരമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്യുന്ന ഇമാതിരി തമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നതോടുകൂടി അതുപോലെയുള്ള തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് പ്രാസ്ഥാനിക വിഷയമല്ല. ചോദ്യോത്തര സെഷനിലേക്ക് കടക്കേണ്ടതുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യം സത്യമായി മനസ്സിലാക്കി അസത്യം അസത്യമായി മനസ്സിലാക്കി വർജിക്കാനും സത്യം സത്യമായി മനസ്സിലാക്കി അത് പിൻപറ്റാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.